We are born into a broken world, but not to remain broken. തകർന്ന ഒരു ലോകത്തിലാണ് നാം ജനിച്ചു വീണത്, പക്ഷേ തകർന്നിരിക്കാൻ വേണ്ടിയല്ല. ഈ വാചകത്തിന് ആഴത്തിലുള്ള ക്രിസ്തീയ അർത്ഥമുണ്ട്. ആദ്യ മാതാപിതാക്കളുടെ പാപം നിമിത്തം തകർന്നുപോയ ഒരു ലോകത്തിൽ നാം ജനിക്കപ്പെട്ടു. ആരും തന്നെ തകർന്ന ഒരു അവസ്ഥയിൽ ജനിക്കപ്പെടുവാൻ തിരഞ്ഞെടുക്കുന്നില്ല. പക്ഷേ അത് നമുക്ക് പാരമ്പര്യമായി ലഭിക്കുന്ന അവസ്ഥയാണ്. ജനനം മുതൽ അനീതി, വേദന, സ്വാർത്ഥത, അക്രമം, അഭക്തി, നിരീശ്വരത്വം എന്നിവ കണ്ടു വളർന്നവരാണ് നാം ഓരോരുത്തരും. എന്നാൽ ഗോഡ് ഡസൻറ്റ് ലീവ് us ഇൻ ദി ബ്രോക്കൺനെസ്. ദൈവം നമ്മെ തകർച്ചയിൽ വിടുന്നില്ല. യേശു കർത്താവിലൂടെ തകർച്ചയിൽ നിന്നുമുള്ള ഒരു വിടുതൽ ദൈവം വാഗ്ദാനം ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-10 നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നതെന്ന് യേശു കർത്താവ് പറയുകയുണ്ടായി. We may feel broken, but we are not beyond healing. നമ്മൾ തകർന്നതായി തോന്നിയേക്കാം, പക്ഷേ നാം ആരും സുഖപ്പെടലിന് അധീതരല്ല. യേശു കർത്താവ് പറയുന്നത്, നിങ്ങൾ തകർന്നവരെങ്കിൽ അധൈര്യപ്പെടേണ്ട, നിങ്ങൾക്ക് പുതുജീവൻ തരുവാൻ എനിക്ക് കഴിയും. എന്തുകൊണ്ട് തകർച്ച നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, അവർ ബ്രോക്കൺനെസ് ഹാസ് എ പർപ്പസ്. നമ്മുടെ തകർച്ചയ്ക്കൊരു ലക്ഷ്യമുണ്ട്. നമ്മെ രൂപപ്പെടുത്താനും വിനീതരാക്കാനും ഉണർത്താനും ദൈവം പലപ്പോഴും നമ്മുടെ തകർച്ച ഉപയോഗിക്കുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 61-1 ഹൃദയം തകർന്നവരെ മുറികെട്ടാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും ദൈവം എന്നെ അയച്ചിരിക്കുന്നു. നാം തകർച്ച അനുഭവിച്ചത് തകർന്നവരുടെ മുറിവ് കെട്ടുവാൻ വേണ്ടിയാണ്. എലിസബത്ത് എലിയോട്ട് പറഞ്ഞതത്രേ, ഓഫ് വൺ തിങ് ഐ ആം പെർഫെക്റ്റ്ലി ഷുവർ, ഗോഡ്സ് സ്റ്റോറി നെവർ എൻഡ്സ് വിത്ത് ആഷസ്. ഒരു കാര്യം എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട്, ദൈവത്തിൻ്റെ കഥ ഒരിക്കലും ചാരത്തിൽ അവസാനിക്കുന്നില്ല. ദൈവം നമ്മെക്കുറിച്ചൊരു കഥ എഴുതിക്കൊണ്ടിരിക്കുന്നു. ആ കഥ ഒരിക്കലും തകർച്ചയിൽ തുടരുന്നതും തകർച്ചയിൽ അവസാനിച്ച് ഒരു ചാരമായി തീരുന്നതുമായിരിക്കുകയല്ല. ബ്രോക്കൺനെസ് മേ ബി അവർ ബിഗിനിങ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് അവർ ഡെസ്റ്റിനി. തകർച്ച നമ്മുടെ തുടക്കമായിരിക്കാം, പക്ഷേ അത് നമ്മുടെ അന്തിമ വിധിയല്ല. ഇൻ ഗോഡ്സ് ഹാൻഡ്സ് ഈവൻ ഷാറ്റേർഡ് പീസസ് ബിക്കം സേക്രഡ്. ദൈവത്തിൻ്റെ കൈകളിൽ തകർന്ന കഷണങ്ങൾ പോലും പവിത്രമാകും. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.